കൊച്ചി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. രാജ്യത്തെ ഇന്ധനവില വീണ്ടും കൂട്ടി. 10 ദിവസത്തിനിടെ 3-ാം തവണ ഇന്ത്യ 5% മാത്രമാണ് വർദ്ധിപ്പിച്ചത്. ന്യായീകരിച്ച് കേന്ദ്രം. തുടർച്ചയായ ഇന്ധനവില വർധനവിൽ ന്യായീകരിച്ച കേന്ദ്രം. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില 20 മുതൽ 90% വരെ വർദ്ധിച്ചു. ഇന്ത്യ 5% മാത്രമാണ് വർദ്ധിപ്പിച്ചത്. പ്രതിസന്ധി ഘട്ടത്തിലും ഇന്ത്യൻ എണ്ണ കമ്പനികൾ 76 ദിവസം വില വർദ്ധിപ്പിച്ചില്ല. 3 തവണയായ 5 രൂപയ്ക്കടുത്ത് വർധനവ് മാത്രമാണ് ഉണ്ടായതെന്ന് പെട്രോളിയം മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. 5 ദിവസം കൂടി മഴ തുടരും. മഴ മുന്നറിയിപ്പിൽ മാറ്റം. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പ്. യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചത്. നാളെ 6 ജില്ലകൾക്കും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. അഭിനയത്തിൽ തുടരണം. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കില്ല ജഗദീഷ്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കില്ലെന്ന് നടൻ ജഗദീഷ്. ഏറ്റെടുക്കണമെന്ന് ബന്ധപ്പെട്ടവർ സമീപിച്ചിരുന്നു. അഭിനയത്തിൽ തന്നെ തുടരുവാനാണ് താൽപര്യം. 24 മണിക്കൂറും ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിഞ്ഞാൽ മാത്രമേ അങ്ങനെയൊരു സ്ഥാനം ഏറ്റെടുക്കൂ. രത്തൻ യു ഖേൽക്കർ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പുതിയ സെക്രട്ടറി. കൊള്ളയ്ക്കുള്ള പ്രതിഫലമോ ജനാധിപത്യത്തിന്റെ സൗന്ദര്യമോ? എന്താണ് രാഹുൽജി? വിമർശനവുമായി കെ സുരേന്ദ്രൻ. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ സെക്രട്ടറിയായി രത്തൻ യു ഖേൽക്കറെ നിയമിച്ചതിൽ വിമർശനവുമായി ബി.ജെ.പി. നേതാവ് കെ സുരേന്ദ്രൻ. ബംഗാളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മനോജ് അഗർവാളിനെ ചീഫ് സെക്രട്ടറിയാക്കിയപ്പോൾ വലിയ കൊള്ളയ്ക്ക് വലിയ പാരിതോഷികം എന്ന് രാഹുൽ ഗാന്ധി നിലവിളിച്ചു. മമ്മൂട്ടിക്ക് എം ജി സർവകലാശാലയുടെ ഓണററി ഡോക്ടറേറ്റ്. തിങ്കളാഴ്ച ഗവർണർ ഡോക്ടറേറ്റ് നൽകും. എം ജി സർവകലാശാലയുടെ ഓണററി ഡോക്ടറേറ്റ് നടൻ മമ്മൂട്ടിക്ക് തിങ്കളാഴ്ച നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ഡോക്ടറേറ്റ് നൽകും. മമ്മൂട്ടിയെ കൂടാതെ നാദസ്വര വിദ്വാൻ തിരുവിഴ ജയശങ്കർ, വാസ്കുലർ സർജൻ ഡോക്ടർ എൻ രാധാകൃഷ്ണൻ എന്നിവർക്കും ഓണററി ബിരുദം നൽകും. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് മമ്മൂട്ടിക്ക് ഡിലിറ്റ് നൽകുന്നത്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. പിണറായി വിജയൻ MLA സ്ഥാനം രാജിവെക്കണം. CPIM പാറശാല ഏരിയ കമ്മിറ്റി. തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത പിണറായി വിജയൻ MLA സ്ഥാനം രാജിവെക്കണമെന്ന CPIM പാറശാല ഏരിയ കമ്മിറ്റിയിൽ വിമർശനം. പാറശാല ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് S. അജയ്കുമാറാണ് രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പിണറായി വിജയനെന്നും പ്രതിപക്ഷ നേതാവാകുവാൻ പിണറായി അയോഗ്യനെന്നും ഏരിയ സെക്രട്ടറി പറഞ്ഞു. ഇന്നലെയാണ് ഏരിയ കമ്മിറ്റി യോഗം നടന്നത്. വാട്സാപ്പ് ഗ്രൂപ്പിൽ മന്ത്രി KM ഷാജിയെ വർഗീയവാദിയെന്ന് അധിക്ഷേപിച്ചു. പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. വാട്സാപ്പ് ഗ്രൂപ്പിൽ മന്ത്രി KM ഷാജിയെ വർഗീയവാദിയെന്ന് അധിക്ഷേപിച്ച് പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷനിലെ CPO സുജിത്തിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.